2 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ടീമിൽ കയറുകയാണ് ലക്ഷ്യമെന്ന ഇന്ത്യൻ അണ്ടർ-19 താരം വിജയ് ജോഷിത. വനിതാ പ്രീമിയർ ലീഗ് മികച്ച അനുഭവമാണ് സമ്മാനിച്ചത്. സീനിയർ താരങ്ങളുടെ ഉപദേശങ്ങൾ ഒരുപാട് ഗുണം ചെയ്തു. വയനാട്ടിൽ നിന്ന് കൂടുതൽ താരങ്ങൾ വളർന്നു വരുമെന്നും ജോഷിത ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ആഷിഖ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വയനാട്ടുകാരുടെ അഭിമാനം വിജയ് ജോഷിത വിമൻസ് പ്രീമിയർ ലീഗ് കളിച്ച ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. വീണ്ടും മത്സരങ്ങൾ തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പോൾ വിജയ് ജോഷിത ന്യൂസ് മലയാളത്തോട് ചേരുന്നുണ്ട്. വലിയൊരു എക്സ്പീരിയൻസ് ആണ് വിമൻസ് പ്രീമിയർ ലീഗ്. അണ്ടർ-19 വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് പിന്നാലെയാണ് ഈ ഒരു കളി വന്നത്. അപ്പം മൊത്തത്തിലൊരു പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നു? ടീമിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ തോറ്റുപോയെങ്കിലും പക്ഷെ ഞങ്ങൾ ലാസ്റ്റ് മാച്ച് നന്നായിട്ട് തന്നെ കളിച്ച് ഫിനിഷ് ചെയ്തേ. ഇച്ചിരി കൂടി നന്നാക്കായിരുന്നു തോന്നി, പക്ഷെ കുഴപ്പമില്ല. എൻ്റെ പെർഫോമൻസ് ആണെങ്കിലും എനിക്ക് അങ്ങനെ അധികം കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത വർഷം കിട്ടുവാണെങ്കിൽ ഇതിന് മികച്ചതായിട്ട് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ എന്തായാലും അടുത്ത വട്ടം വരുമ്പോൾ നന്നായിട്ട് വരും. ഈ വിമൻസ് പ്രീമിയർ ലീഗ് നേരെ 2020 കളിയായിരുന്നു അണ്ടർ-19, ഇതും 2020 കളിയാണ്. പക്ഷേ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്തൊക്കെ ഡിഫറൻസ് ആയിരുന്നു പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത്? അല്ലെങ്കിൽ ജോഷിക്ക് വ്യക്തിപരമായി ഉണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ക്രൗഡായിരുന്നു മെയിൻ ആയിട്ടുള്ളത്. പിന്നെ അത് അണ്ടർ-19 ആയിരുന്നു. ഇത് സീനിയറിൽ വരുമ്പോൾ അതിൻ്റെതായിട്ട് തന്നെ ചേഞ്ച് ഉണ്ടാവും. ബാറ്റേഴ്സ് ആണെങ്കിലും അവിടെ കാണുന്ന പോലെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരല്ല, തുടക്കത്തിലെ അടിച്ചു തുടങ്ങുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു ബാറ്റേഴ്സിൻ്റെ. പക്ഷെ അതിനോട് അഡാപ്റ്റ് ആയി പെട്ടെന്ന് തന്നെ ഇച്ചിരി കൂടി നന്നാക്കാം. ഈ സീനിയർ പ്ലേയേഴ്സിന്റെ ഒരു ഉപദേശം അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങളൊക്കെ പ്രധാനമാണല്ലോ. അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ നിർദ്ദേശങ്ങൾ തരുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? അല്ലെങ്കിൽ അവരുടെ ഉപദേശങ്ങൾ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? സ്മൃതി ആണെങ്കിലും എല്ലാ മാച്ചും അല്ല, എന്നാലും സംസാരിക്കും. ഞാൻ അങ്ങോട്ട് പോയി സംസാരിക്കാറുണ്ട്. അപ്പോൾ സ്മൃതി ആണെങ്കിലും കുറേ കാര്യങ്ങൾ പറഞ്ഞുതരും. ഇപ്പോൾ ഫാസ്റ്റ് ബോളറായ രേണുകാദി ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുതരും. ഇന്നത് ചെയ്താൽ നന്നായിരുന്നു, കുഴപ്പമില്ല, അവിടെ ഇങ്ങനെ പോയെങ്കിലും ഇന്നത് ചെയ്താൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത ദേശീയ ടീമിലേക്ക് ഒരു പ്രവേശനമല്ല നമുക്ക് പ്രധാനമായിട്ടുള്ള. അപ്പം അതിന്റെ ഒരു പ്രതീക്ഷ എങ്ങനെ എത്രത്തോളം ഉണ്ട്? എത്ര വർഷത്തിനുള്ളിൽ എങ്ങനെ ഉണ്ടാവും? ഒരു 2 വർഷത്തിനുള്ളിൽ കയറണം എന്നുള്ളതാണ് ആഗ്രഹം. ഞാൻ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നതുകൊണ്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യും. ഇപ്പം നമ്മുടെ ഫിറ്റ്നസ് ഒക്കെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അപ്പം നമ്മൾ ഈ സീനിയേഴ്സ് നിന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിൽ അവർ ചെയ്യുന്നത് നമ്മളെ എങ്ങനെ മാതൃകയാക്കണം? ഫോറിനേഴ്സ് ആണെങ്കിലും ഞങ്ങളുടെ ഇന്ത്യക്കാരാണെങ്കിലും സീനിയേഴ്സിന് ഒരു റൊട്ടീൻ ഉണ്ടാവും. ലൈക്ക് അവർ എവറിഡേ ജിമ്മിൽ പോവും, റണ്ണിങ് ആണെങ്കിൽ അത് ചെയ്യും. അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്തായാലും അവർ നല്ല ഫുഡ് നന്നായിട്ട് തന്നെ എടുക്കും. പ്രോട്ടീൻ ആണെങ്കിലും എല്ലാം അവർ നല്ലത് നോക്കിയെടുക്കും. ഫുൾ ടൈം ജിം എന്നല്ല, അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്യും. അപ്പോൾ അതന്നെ ഫോളോ ചെയ്യാൻ നോക്കും. അവസാനമായിട്ടൊരു കാര്യം കൂടി, വയനാട്ടിൽ നിന്നാണ് വരുന്നത്. കൃഷ്ണഗിരി സ്റ്റേഡിയത്തിലുള്ള ഒരു സ്വാധീനം, പ്രത്യേകിച്ച് വനിതാരങ്ങളെ ഉണ്ടാക്കുന്ന ഒരുപാട് വലിയൊരു പങ്കുണ്ട്. അതിനെക്കുറിച്ച് എന്താണുള്ളത്? ഇങ്ങനെ ഒരു അക്കാഡമി ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് ഉയർന്നു വരില്ലായിരുന്നു. ഇനിയും ഇവിടുന്ന് പ്ലേയേഴ്സ് ഉയർന്നു വരും. കാരണം ഈ കൃഷ്ണഗിരി സ്റ്റേഡിയം അതിൻ്റെ അക്കാഡമി കൊണ്ട് തന്നെ ആയിരിക്കും. വിജയ് ജോഷിതയാണ് വിമൻസ് പ്രീമിയർ ലീഗ് ബാംഗ്ലൂരിന് വേണ്ടിയിട്ട് എല്ലാ മത്സരങ്ങളും വെച്ച് മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. എന്തായാലും വരും വർഷങ്ങളിൽ ഈ പ്രകടനം തുടരാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ക്യാമറാമാൻ രഞ്ജുവിനോടൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, വയനാട്.